ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. ബ്രിട്ടീഷുകാരുടെ 9 കഥകൾ അതിൻ്റെ സമാഹാരം ചലച്ചിത്ര ഭാഷയിലൂടെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കഥകളും കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കാം. അതൊരു വലിയ കാര്യമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ, ഇത്തരം കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എം ടി സാറിനെ ഏതാണ്ട് 10-12 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ 12 കഥാപാത്രങ്ങൾ. അമൃതയുടെ അവസാനം വരെയുള്ള ഈ ഓണവും തീരുന്നതിനെ കുറിച്ചത് അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും ഉള്ള ആളാണ്. ഒരു ആക്ടറിന്, ഒരു നടന് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഓണവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ്. ഒന്ന്, എം ടി സാറിന്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ്. 40 വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ PM മേനോൻ സാറാണ്. അതുവരെ മദ്രാസുകളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന ചിത്രം കൂടിയാണ് ഓണവും തീരവും. മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു തുല്യനും ഗുരുതുല്യനുമായ വ്യക്തിയാണ്. എം ടി സാറിന്റെ കഥാപാത്രം മധുസാർ അഭിനയിച്ചിരിക്കുന്നു. PM മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹമാണ് വലിയ വലിയ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖം ധരിച്ച് ആളുകളിലേക്ക് എന്നെ എത്തി. പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത്. പ്രിയന്റെ ഏതാണ്ട് 40-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വർഷത്തെ പരിചയമുണ്ട്. പ്രിയ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിന്റെ കഥകളാണ്. ആദ്യമായി വായിച്ചിരുന്ന അവകാശപ്പെടുന്നത് ഓണവും തീരവും എന്ന ചിത്രത്തിന്റെ കഥയാണ്. അന്ന് മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിന്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടത് മാറിപ്പോയി. ഒരിക്കൽ ഏതാണ്ട് മദ്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങൾ കാരണം വീണ്ടും മാറി. ഒരുപാട് പ്രാവശ്യം സാറിനോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ചതാണ്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും പക്ഷേ ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ചിത്രമാണ് ബറോസ് 3Dയുടെ ഛായാഗ്രഹകൻ. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഓണവും തീരവും. അത് ഇന്ന് റിലീസാകുന്നു. അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രം എത്തുന്നു. ആ ചിത്രം മാത്രമല്ല, ഈ ബാക്കി ചിത്രങ്ങളും ഈ മനോരഥം എന്ന ഈ 9 ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് അത് പ്രേക്ഷകർ 2 കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു. ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത്. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിൽ ചെയ്യാത്തതെന്ന് വെച്ചു. തീർച്ചയായിട്ടും ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ
കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നത്. പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പ്രിയനും സന്തോഷം സാധുശീലം എല്ലാവരും ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ മറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായും ഈ 2 ദിവസം ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത്. അഭിനയിച്ചിരിക്കുന്ന ദുർഗാകൃഷ്ണ, ഞാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞു. അതുപോലെ ദുർഗാകൃഷ്ണയുടെ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിരുന്നത് ഹരീഷ്. പിന്നെ ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി നമ്മളെയൊക്കെ വിട്ടുപോയ മമ്മൂക്കോയവരെയൊക്കെ ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം എന്താ പറയണ്ടേ, സ്മരിക്കാൻ പറ്റില്ല. താങ്ക് യു. എന്നാലും ഒരുപാട് സന്തോഷം ZEE5-ന്, സരിഗമയ്ക്ക്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ശക്തിക്ക്, ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ലാൽ സാറിനെ ജോയിൻ ചെയ്യാൻ അടുത്തേക്ക് പോവാം. ഞാൻ എന്ത് പറയാനാണ് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ. അപ്പം MT സാറിനെ കുറിച്ചിട്ടുള്ളതാണ്. എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലം തൊട്ട് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. ഐ ആം നോട്ട് ബോതർഡ്. കാരണം ആ കാലം തൊടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഒരു 9:10 മണിക്ക്. അത് ഹരിഹരൻ സാറിൻ്റെ കോളായിരുന്നു. ഡയറക്ടർ ഹരിഹരൻ സാർ. എൻ്റെ ആദ്യത്തെ സിനിമ കീർത്തിചക്ര കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് MT സാറും ഹരിഹരൻ സാറും കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞു, രവി ഒരാൾ തന്നെ സംസാരിക്കുന്നു. പിന്നീട് ഞാൻ ശബ്ദം കേൾക്കുന്നത് MT സാറിൻ്റെ. ദാറ്റ് വാസ് സംതിങ് ഐ ഡോണ്ട് നോ. യുനോ, ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാറ്റ്, കാരണം അതേ ഭാരതപ്പുഴ വക്കിന് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ കാട്ടി കുമ്പടി സൈഡിൽ. അപ്പൊ എവിടുന്നൊക്കെയോ ആ കാറ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു കീർത്തിച്ചക്ര എഴുതാൻ സാധിച്ചല്ല. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, രവി നീ മനോഹരമായിട്ട് ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടോ? എനിക്കത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ അതിന് മനോഹരമായിട്ട് സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു സാധനം എഴുതി, പടം സിനിമയായി. പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, വാട്ട് ഡിഡ് ഐ ഡു ഇൻ ദാറ്റ് ഫിലിം, ദ ബെസ്റ്റ് ഈസ് ദ സ്ക്രീൻ പ്ലേ എന്നുള്ളത് MT സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ 9 കഥകൾ, അതിൽ എൻ്റെ ഗുരുനാഥൻ ചെയ്തിരിക്കുന്നു, പ്രിയദർശൻ 2 കഥകൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാനിത് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഈ സിനിമ ഫുൾ കണ്ടതിന് ശേഷം ഇന്ന് ഉറക്കമുണ്ടാവും. ബിക്കോസ് ഇന്ന് കാലത്ത് കുറേ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ആർമി ഓഫീസർ, അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്ന് ഈ സിനിമ കണ്ടിട്ട് ആൻഡ് വാട്ട് എവർ ഐ ഹേർഡ് അബൌട്ട് ദിസ് ഫിലിം ഫ്രം മൈ ഗുരു പ്രിയേട്ടൻ, അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഐ ആം എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ വിഷ് all the people, Laletan and Santosh, the man who brought me into the film industry. Do you know that? Or me,